ഒരു വലിയ യാത്രയുടെ തുടക്കമെന്ന നിലയിൽ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ആദ്യം പറയണം. ഇതിന് നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം. അതേ കാരണം കൊണ്ട് ഞങ്ങൾ ആഘോഷിച്ച കുറച്ച് സന്തോഷ നിമിഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ഇന്നത്തെ രാത്രിയിലേക്ക് വേണ്ടി ഞങ്ങൾ ആദ്യം ഒരുക്കുന്നത് ചിക്കനാണ്. അതെ, അൽഫാം അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷെ അതും ഇവിടെ വെച്ചല്ല. നമുക്കൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പിന്നീടൊരു യാത്രയുണ്ട്. അവിടെയാണ് ഈ സന്തോഷം ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താ ഇത്ര വലിയ സന്തോഷമെന്ന്. അതിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാമേ. ചിക്കൻ എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി കുറച്ച് മണിക്കൂർ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മസാലയൊക്കെ നന്നായി പിടിച്ച് കയറട്ടെ അല്ലേ. ആ സമയത്ത് നമുക്കൊരു കേക്ക് എടുക്കണം. എനിക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ഷാജീസ് ബേക്കറിയിൽ മൊമീൻ മാസ്റ്ററും രോഹിത്തും കുബാറസനും പേര് കേട്ട ഞെട്ടണ്ട, അത് തന്നെയാണ് അവരുടെ യഥാർത്ഥ പേരുകൾ. അവർ ഈ സമയത്ത് ഒരു അടിപൊളി കേക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് എടുത്ത് രാത്രിയോടെ നേരെ ഞങ്ങൾ ഫാമിലേക്ക് വിട്ടു. ഈ ഫാം നിങ്ങളിൽ ചിലർക്കെങ്കിലും നന്നായി പരിചിതമായിരിക്കാം. നമ്മുടെ ഷേർഖാൻ കടുവ തന്റെ ഇരയായി കൊണ്ടുപോയ 2 മൃഗങ്ങളും ഇവിടുത്തേതാണ്. ഈ ഫാമിന് മുന്നിലുള്ള സ്ഥലത്താണ് ഈ നാടിനെ നടുക്കിയ ആ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ആ കടുവയുടെ വീഡിയോസും അപ്ഡേറ്റ്സും ഞാൻ പലപ്പോഴായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കാരണമാണ് നമ്മുടെ ഫേസ്ബുക്കിൽ ഇത്രയും ചങ്ങാതിമാരെ എനിക്ക് കിട്ടിയതും. അതുകൊണ്ട് ഈ അവസരത്തിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഷേർഖാനും ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ ഫാമിലെത്തി. എന്റെ കൂടെ വിനുവും അമ്മയും ആമിയും ആര്യനും ഉണ്ട്. രാത്രിയുടെ നിശബ്ദതയിൽ തണുപ്പ് നന്നായി ഒഴുകി ഇറങ്ങുന്നുണ്ട്. അതിനെ കീറി മുറിക്കണം എന്ന പോലെ ആദ്യമേ തന്നെ റൈസൻ ചായൻ കരി കൂട്ടി അടുപ്പ് കത്തിച്ചു തുടങ്ങി. എന്റെ അളിയനാണ് കേട്ടോ റൈസൻ ചായൻ. ഈ അടുപ്പ് കൂട്ടുന്നത് അൽഫാം സെറ്റാക്കി എടുക്കാനാണ്. കൂടെ നമ്മുടെ ശിവയും വീശാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് വിധേനയും കരി കത്തിച്ചേ അടങ്ങുമെന്ന വാശിയിലാണ് പ്രണവും ശിവയും. മാറി മാറി വീശൽ പുരോഗമിച്ചു. പരിപാടി തുടങ്ങുമ്പോൾ സ്മോക്ക് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അവർക്ക് ചേഞ്ച് വേണോ അത്ര എന്ന ഡയലോഗ് ഓർമ്മ വന്നു. പിന്നീട് പണി എളുപ്പമാക്കാൻ ഒരു മിനി ഫാൻ. ഇനി അതിന്റെ കാറ്റിൽ തീ അങ്ങോട്ട് കത്തി പടരട്ടെ. അതേസമയം നമ്മൾ വാച്ച് ടവറിലേക്ക് ഒന്നുപോയി. നല്ല രസമാട്ടോ ഇവിടം കാണാൻ. ഫാം ഹൗസിൽ നിന്നും വാച്ച് ടവറിലേക്ക് ഒരു പാലമുണ്ട്. അതിലൂടെ നടന്നാൽ ഫാമിന്റെ ഒരു ഭാഗം നമുക്ക് കാണാം. പശുക്കൾ പലരും ഉറക്കത്തിലേക്ക് കടന്നു. ബാക്കിയുള്ളവർ വിശ്രമിക്കുന്നു. ഇവരെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല ഭംഗിയാണ്. ഇവിടെ പശുക്കൾ മാത്രമല്ല കേട്ടോ ഉള്ളത്. പോത്ത്, ആട്, താറാവ്, കോഴി, ഫ്ലൈങ് ഡക്ക്, ടർക്കി, ഗൂസ്, ഗിനിക്കോഴി, പന്നി, പ്രാവ്, പലതരം നായ്ക്കൾ തുടങ്ങി ഒട്ടനവധി ജീവജാലങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട്. ഈ പാലം ചെന്ന് അവസാനിക്കുന്നത് വാച്ച് ടവറിലാണ്. പകൽ സമയമായിരുന്നെങ്കിൽ വനത്തിലേക്കുള്ള ആ കിടുക്കൻ വ്യൂ നിങ്ങളെ ഒന്ന് കാണിക്കാമായിരുന്നു. മഞ്ഞുകൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. താഴെ അൽഫാം മെല്ലെ കനലിൽ മുരിഞ്ഞു വരുന്ന ആ വാസന ഇവിടെ വരെ എത്തി, മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. പക്ഷേ കലാപരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാന കർത്തവ്യം ബാക്കിയുണ്ട്. കേക്ക് കട്ട് ചെയ്യണം. ഫ്രിഡ്ജിൽ നിന്നും കേക്ക് എടുത്തു. കാറ്റ്സ് ക്ലോ പടർന്നു കിടക്കുന്ന പന്തലിനടിയിൽ ആ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. എന്തുകൊണ്ടും നല്ല തീരുമാനമായിരുന്നു അത്. ഇവിടെ ഒരു പ്രത്യേകതരം പോസിറ്റീവ് ഫീൽ ഉണ്ട്. പലപ്പോഴും ഞാൻ വരുമ്പോൾ ഇവിടെയാണ് ഇരിക്കാറുള്ളത്. മുൻപ് പറയാമെന്ന് പറഞ്ഞ ചെറിയ കഥ ഇപ്പൊ പറയട്ടെ. ഞാൻ ഈ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയത് 2018-ലാണ്. അന്ന് മുതൽ എന്റെ ചുറ്റും നടക്കുന്ന സാധാരണ ജീവിത നിമിഷങ്ങൾ ഇവിടെ പങ്കുവെച്ച് വരികയായിരുന്നു. സോഷ്യൽ മീഡിയക്ക് എപ്പോഴും എന്റെ ലൈഫിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. അങ്ങനെ പേജ് പതുക്കെ പതുക്കെ വളർന്ന് ഇന്ന് 1 ലക്ഷം കൂട്ടുകാരായി എനിക്ക്. ഇത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും ചെറിയ കാര്യമല്ല. ഇനിയും മുന്നോട്ട് പോകാനുള്ള ദൂരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഒരു നിമിഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. പൊതുവെ ആഘോഷങ്ങളോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു നിമിഷം എന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ട 1 ലക്ഷം പേരോടൊപ്പം ആഘോഷിക്കണമെന്ന് ഹൃദയം പറഞ്ഞിരുന്നു. പക്ഷേ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ട് എന്നോടൊപ്പം നിന്ന എന്റെ സന്തോഷങ്ങൾ പങ്കിട്ട കുറച്ച് ആളുകളോടൊപ്പം ഈ ദിനം ആഘോഷിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ കേക്ക് മുറിച്ചിട്ടാവും ബാക്കി പരിപാടി. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിക്കാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളില്ലെങ്കിൽ ഞാനുമില്ല. നിങ്ങൾ നൽകിയ സപ്പോർട്ടും സ്നേഹവും എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ അറിയില്ല. ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തു. കേക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. കേക്ക് കഴിക്കാൻ വരാൻ പറഞ്ഞപ്പോൾ അൽഫാം കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ആത്മാർത്ഥതയോടെ ചിക്കനെ കാവൽ നിന്ന് അളിയനും കൂടി കേക്ക് കൊണ്ടുകൊടുത്തു. 2 കിലോ കേക്കിന്റെ 90% അവിടെ വെച്ച് തന്നെ ഞങ്ങൾ കഴിച്ചു തീർത്തു. എന്നാലും ചിക്കന് വേണ്ടിയുള്ള സ്പേസ് വൈറ്റിൽ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അതിനിടയിൽ സ്പീക്കറിൽ നിന്ന് നല്ല വൈബ് പാട്ടുകൾ വന്നു തുടങ്ങി. പതിയെ പതിയെ ഓരോരുത്തരായി ചുവട് വെക്കാനും തുടങ്ങി. തണുത്ത കാറ്റ്, കാതുകളിൽ പാട്ട്, നാവിൽ കേക്കിന്റെ രുചി, കൂടെ അൽഫാമിന്റെ വാസനയും. ആകെ മൊത്തം അടിപൊളി. ചിലർ സ്റ്റെപ്പ് പഠിച്ച് ഡാൻസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അതിനിടയിലൂടെ വെറൈറ്റി സ്റ്റെപ്പുകൾ ഇട്ട് അവിടെ മാകെ ചിരിയിൽ മുങ്ങി. പ്രണവും വാവയും മോനൂട്ടനുമായിരുന്നു വെറൈറ്റി സ്റ്റെപ്പുകളുടെ ആശാന്മാർ. ശിവ ഗോളിയായിരുന്നു. ഏത് ഫ്രെയിമിലും അവന്റെ സ്റ്റെപ്പ് കാണും. നന്ദുവും ചേച്ചിയും വിനുവും ഡാൻസ് അറിയാവുന്നവരായതുകൊണ്ട് അവരുടെ സ്റ്റെപ്പ് എപ്പോഴും പോലെ അടിപൊളിയായിരുന്നു. ആമിയും കൂടെ നന്നായി കളിക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷം തോന്നി. അതേസമയം എന്നെ അതിശയിപ്പിച്ചത് മറ്റൊന്നാണ്. ഗാലറിയിലിരുന്ന് ആരും കാണാതെ സ്റ്റെപ്പ് ഇട്ട അളിയൻ. അപ്പോൾ ഞങ്ങൾ കളത്തിലിറങ്ങിയിരുന്നെങ്കിൽ കളി മാറിയേനെ എന്ന് സാരം. ഒരു വശത്ത് ഫുഡ് അടിക്കുമ്പോൾ മറുവശത്ത് ഡാൻസ്. എപ്പോഴോ സമയം നോക്കിയപ്പോൾ 2 മണി കഴിഞ്ഞിരിക്കുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. ഫാമിൽ ഇനിയും ജോലികൾ ബാക്കി കിടക്കുന്നു. തൈര് പ്രോസസ് ചെയ്യണം, പാക്ക് ചെയ്യണം. എനിക്ക് രാവിലെ ജോലിക്ക് പോകണം. ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ ഈ ആഘോഷം നേരം വെളുത്തേനെ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ആഘോഷിക്കാൻ അവസരം കിട്ടുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ സന്തോഷം നിങ്ങൾ ഓരോരുത്തരും കാരണമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ടാവും. അതൊരിക്കലും ഒരു സാഹചര്യം കൊണ്ട് ഒഴിവാക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ വളരെ കുറച്ച് സമയം മാറ്റിവെച്ചപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും നേടാനായെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ എന്നേക്കാൾ ഒരുപാട് നേടാനാകും. സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഒരൊറ്റ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൺസിസ്റ്റൻസി. നിങ്ങൾ ഒരു അക്കൗണ്ട് തുടങ്ങി എല്ലാ ദിവസവും ഇത്തിരി സമയം മാറ്റിവെച്ച് അതിലേക്ക് നല്ല നല്ല പോസ്റ്റുകൾ
ലക്ഷ്യങ്ങളിടുക, തളരരുത്. ക്രമേണ നിങ്ങൾക്ക് വളരാൻ സാധിക്കും. ഉറപ്പായിട്ടും എന്നേക്കാൾ ഒരുപാട് മുന്നിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സ്നേഹം ഇനിയും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ, ഇനിയും ഒരുപാട് കേക്കുകൾ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാൻ അവസരം കിട്ടട്ടെ എന്ന ആഗ്രഹത്തോടെ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.